ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഈ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇന്നലെ വിമാനത്തിലാണ് ഇതിന് വേണ്ടുന്ന പാലത്തിന് വേണ്ടുന്ന ഇരുമ്പ് സാധനങ്ങൾ അടക്കമുള്ളവ എത്തിച്ചത്. കരിപ്പൂരിൽ എത്തിച്ചു, കണ്ണൂരിൽ എത്തിച്ചു. അതിനുശേഷം അത് വയനാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ചെറിയ 24 ടൺ വരെ ഈ പാലത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയും. സച്ചിൻ ചേരുന്നു. സച്ചിൻ, തുടരാം. പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടെ പാലം നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അവസാന ഘട്ട നിർമ്മാണ പ്രവൃത്തികളാണ് ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് ഇവിടെ ആർമിയുടെ നേതൃത്വത്തിൽ കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് പൂർത്തിയാകുമോ? ഇന്ന് വൈകുന്നേരം കൊണ്ട് തീരുന്നായിരുന്നു പറഞ്ഞത്. എന്നാലും ഇതുവരെ തീർന്നിട്ടില്ല. കുറച്ചുകൂടി സമയമെടുക്കുമെന്നുള്ളതാണ് ഇതിന് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവർ തുടങ്ങിയത് മുതൽ TDRF ഇവരെ കൂടെ ശക്തമായിട്ട് ഇവരെ കൂടെ ഉണ്ട്. അവർക്ക് വേണ്ട ലൈറ്റ്, അവർക്ക് വേണ്ട സൗണ്ട്, അവർക്ക് വേണ്ട എല്ലാ ചുറ്റുപാടും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് 2 ദിവസമായിട്ട്. ഞങ്ങളിങ്ങനെ ഷിഫ്റ്റായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 50-60 ആൾക്കാരോളം ഞങ്ങളിവിടെ ഇന്നും ഇന്നലെയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. ഫസ്റ്റിലെ ദിവസം ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വളരെ ദയനീയമായിരുന്നു. ആ അവസ്ഥയിലൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ആൾക്കാർ ബോഡി എടുക്കാനും എല്ലാത്തിനും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് മുഴുവനും. ബാക്കി ഞങ്ങളുടെ കോഴിക്കോട് കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ ഞങ്ങൾ ഇവിടെ ആർമിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഫുൾ ലോഡ് പിക്കപ്പിൽ സാധനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ അസീസ് സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ജനറേറ്റർ, ലൈറ്റ്, സൗണ്ട്, മറ്റ് സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം, നമുക്ക് ഇതിൻ്റെ നേരത്തെ നിരവധി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ട്രെയിനിങ് കിട്ടിയ ആളുകളാണ്. ഒരു ദുരന്തമുഖത്ത് എന്തെല്ലാം ആവശ്യമുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ഇവിടെ പലരും റെസ്ക്യൂവിന് ഓടി വരുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട ചെറിയ കാര്യങ്ങളുണ്ട്, അത് വിട്ടുപോകും. അതിനൊരു ഉദാഹരണമാണ് ഇവർ വന്ന സമയത്ത് ഈ ബ്രിഡ്ജ് നിർമ്മിക്കുന്ന സമയത്ത് അവർ പരസ്പരം വിളിച്ചു പറയുകയാണ്. നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് സൗണ്ട് കൊണ്ട് എത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടത് ഒരു ഹെവി സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ബ്രിഡ്ജ് നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ അവർക്ക് എളുപ്പമാക്കിയ ഒരു കാര്യമാണത്. അതിന് ഞങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഞങ്ങളെ വളണ്ടിയർമാരെ ചില സ്ഥലങ്ങളിൽ തടയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴേക്കും ഇതിൽ നിന്ന് മേജർ നേരിട്ട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് നമ്മുടെ വളണ്ടിയർമാരെ ഇവിടേക്ക് വരാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ വന്ന ടീമിന് ഇന്ന് മാറണം. ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ആർമിയുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് TDRFൻ്റെ ഒരു പ്രവർത്തനം അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. നമ്മൾ കൃത്യമായ ഒരു ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം അവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി തന്നെ ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ നിരവധി താലൂക്കുകളിൽ സജീവ സാന്നിധ്യമായി TDRF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. താലൂക്ക് ദുരന്ത നിവാരണ സേന അതൊരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും പാലം പൂർത്തിയാകും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു പാലം നിർമ്മിക്കുന്നതോടുകൂടി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റെസ്ക്യൂവിനേക്കാൾ ഞങ്ങൾ പെട്ടെന്ന് പ്രാധാന്യം ഇതിനേക്ക് കൊടുക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മുടെ വളണ്ടിയർമാരൊക്കെ ഒരു പക്ഷേ റെസ്ക്യൂവിലേക്ക് താല്പര്യം പറയുമ്പോഴും ഞങ്ങൾ ഇത് നിർമ്മിക്കണമെന്ന് പറയുന്നത്, ഈ പാലം നിർമ്മാണം അതിവേഗത്തിലാകുമ്പോൾ ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉപകരണങ്ങളുമായി അവിടേക്ക് പാസ് ചെയ്തു പോയി അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. മറ്റ് മാൻ പവർ ഉപയോഗിച്ച് അവിടെ നിർത്തുന്നതിനൊരു ലിമിറ്റുണ്ട്. ഇവിടെ ഇത് പൂർത്തിയായി ഈ പാലം വഴി ഇനി നമുക്ക് വലിയ ഉപകരണങ്ങളുമായി അവിടേക്ക് പോയി റെസ്ക്യൂ പ്രവർത്തനം നടത്താൻ കഴിയും. അപ്പോൾ പാലം നിർമ്മാണം ഇത്ര വേഗത്തിൽ ആർമി പൂർത്തിയാക്കി എന്നുള്ളത് വലിയ അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി, ഇന്നിപ്പോൾ ഈ പാലം നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിൽ റെസ്ക്യൂ വളണ്ടിയർമാർക്കും മറ്റധികൃതർക്കും അവിടേക്ക് പോകാൻ വലിയ പ്രയാസം ഉണ്ടാകുമായിരുന്നു. ഇന്നലെ രാത്രി 2:30 മണിക്കാണ് ഇതിൻ്റെ ആർമിയിലെ ഒരാൾ TDRFൻ്റെ 20 വളണ്ടിയർമാർ രാത്രി 2 മണിക്കാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് നിലവിലുള്ള
ആളുകൾക്ക് അക്കരയിലേക്ക് പോകാൻ ഒരു ചെറിയ ബ്രിഡ്ജ് വേറെ ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണത്തിനാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉടൻ തന്നെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ വളണ്ടിയർമാരെ വിളിച്ചു വരുത്തി അതിലേക്ക് ഞങ്ങൾ പങ്കാളികളാക്കുകയാണ് ചെയ്തത്. രാവിലെ 6 മണിക്ക് ഇന്ന് എല്ലാ റെസ്ക്യൂ വളണ്ടിയർമാരും ഉദ്യോഗസ്ഥരും മറ്റാളുകളും ഒക്കെ അക്കരയ്ക്ക് കടന്നത് ആ ഒരു പാലത്തിലൂടെയാണ്. അപ്പോൾ ആർമി അതിവേഗമാണ് ഈ ഒരു കാര്യങ്ങളിൽ നടക്കുക. അത് അവരുടെ ഒരു പ്രവർത്തനം, ഒരു ചിട്ടയായ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പങ്കാളികളാവാനായി. അത് മാത്രമല്ല, അവരുടെ ഒരു ആത്മാർത്ഥതയും ഇത് ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചപ്പം ഇത് രാത്രി കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ 2 മണി 3 മണിക്കൊക്കെ നിർത്തുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ നിർത്താതെ കണ്ടിന്യൂ ആയിട്ടുള്ള വർക്കാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും ആർമിയുടെ കൃത്യമായ ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ പാലം നിർമ്മാണം 7 മണിയോടുകൂടെ പൂർത്തിയാകുമെന്ന് ഉദ്യോഗസ്ഥരെല്ലാം അറിയിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ചൂരൽമല ഭാഗങ്ങളിലും ിരിക്കുന്നത്. കാരണം രാവിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കം ഈ മേഖലയിൽ വന്നിരുന്നു. പാലം നിർമ്മാണമോ ബെയിലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഉദ്യോഗസ്ഥരുമായി കൃത്യമായി വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി ചൂരൽമലയിൽ നിന്നും മടങ്ങിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൃത്യമായ ഒരു ഏകോപനം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനം ദുരന്തമുണ്ടായ സമയം മുതൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.